അപ്പോൾ ഇത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നോ അല്ലെ എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പേ എൻ്റെ യൂട്യൂബിൻ്റെ അകത്തും അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ ഞാനൊരു വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടേനും. അത് വേറൊന്നുമല്ല, എൻ്റെ അമ്മേൻ്റെ താലി കാണാണ്ടായി. ബുധനാഴ്ചയായിരുന്നു അറിഞ്ഞത്, മീൻസ് ഇങ്ങനെ കാണാനില്ല എന്നറിഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ്, എൻ്റെ വീട്ടുകാർ നാട്ടിലാണ്. സോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടന്ന സംഭവം പറഞ്ഞുതരാം. ഇപ്പം ആ ഒരു വീഡിയോയിൽ ഇട്ട സമയത്ത് എല്ലാവരും ഇങ്ങനെ പറയുന്നു ആ വീഡിയോ റിമൂവ് ആക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അയൽവാസികളെ ആണ് എടുത്തത് എന്നുള്ള തരത്തിൽ പറഞ്ഞിന്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോയി പറയുന്നു. ദയവ് ചെയ്ത് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കരുത്. കാരണം ആ വീഡിയോൻ്റെ അകത്ത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ ഇടവലക്കാരാണ്, എൻ്റെ അയൽവാസിയാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. അതെനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടിലുള്ള ആരോ ഒരാളാണ് അതെടുത്തത്. ഞാൻ നാട്ടുകാരെ മൊത്തമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ആരോ ഒരാളെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം? എനിക്കറിയില്ല നിങ്ങൾ എന്തിനാണ് നാട്ടിലുള്ള മൊത്തം ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്, ആരോ ഒരാളെന്നല്ലേ പറഞ്ഞത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോ പറയാം, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ദയവ് ചെയ്ത് എൻ്റെ വീട്ടിൽ പോയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ നിൽക്കാറ്. കാരണം നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു കാര്യം പറയുമ്പോൾ 4 പറ ചിന്തിച്ചിട്ട് എല്ലാ ആൾക്കാരും വന്ന് പറയും. തോന്നി പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒരൊറ്റ പേഴ്സണിനെ പറഞ്ഞിട്ടുള്ളൂ. നാട് മൊത്തം ഞങ്ങളെ സാധനം എടുത്ത് പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നാട്ടിലുള്ള ആരോ ഒരാൾ അയൽവാസികൾ ഞാൻ പറയാം നല്ല മനുഷ്യന്മാരാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും പറയൂല. കാരണം എൻ്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു പോയ സമയത്ത് പോലും എൻ്റെ ബാക്കത്തെ വീട്ടിലുള്ള ആൾക്കാരെ അവരെ അടുത്ത് പറഞ്ഞതാണ്, ഓക്കെ മോട്ടർ ഇതിൻ്റെ അകത്ത് ഇട്ടോ, ഇതിൻ്റെ അകത്ത് വെള്ളം എടുത്തോ. അത്രത്തോളം നല്ല മനുഷ്യന്മാരുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ എത്രയോ നല്ല ആൾക്കാരുണ്ട്, പറഞ്ഞാലും തീരൂല, ശരിയാണ്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഞാൻ കയറി സംശയിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നാട്ടിലുള്ള ആരോ ഒരാൾ ഇത് പറയാൻ തക്കതായ കാരണം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാം എന്താണ് നടന്നത് സംഭവം എന്നുള്ള കാര്യം ഞാൻ പറയാം. ഈ ഒരു സംഭവം നടക്കുന്നത് കോഴിക്കോട് വടകര മുക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത്. നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഞായറാഴ്ച രാത്രി കുളിക്കാൻ പോകുന്നതിന് മുമ്പേ താലി കഴിച്ച് വെച്ച് ഈ സ്വർണത്തിൻ്റെ ഒരു ഡബ്ബേൻ്റെ അകത്താണ് ഈ താലി വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു സേഫസ്റ്റ് പ്ലേസിലാണ് വെച്ചത്. ഈ വെച്ച സാധനം വെച്ചു. ഓക്കെ, കുളിക്കാൻ വേണ്ടി വൈകുന്നേരം പോയ സമയത്താണോ മിസ്സായത് എന്നുള്ള അറിയില്ല. കാരണം അന്ന് നല്ല ഇരുട്ടായതുകൊണ്ട് അമ്മ എമർജൻസി എടുത്തിട്ടാണ് കുളിക്കാൻ പോയത് എന്ന് അമ്മ പറഞ്ഞത്. പുറത്താണ്, കുളിമുറിയില്ല. സോ അങ്ങനെയാണ് കുളിക്കാൻ പോയത്. മേ ബി ആ സമയത്തായിരിക്കാം മിസ്സായത്, അറിയില്ല. തിങ്കൾ ചൊവ്വ നോക്കിയില്ല. ബുധനാഴ്ച പുറത്ത് പോകുമ്പോൾ രാവിലെ ഉച്ച ആ ഒരു സമയത്താന്ന് തോന്നുന്നു, പോകുന്ന സമയത്ത് അമ്മ ജസ്റ്റ് താലി എടുത്ത് ഇടാൻ വേണ്ടി നോക്കിയ സമയത്ത് താലി അതിൻ്റെ അകത്തില്ല, ആ ബോക്സിലില്ല. ഒരു സേഫ് പ്ലേസിലാണ് മീൻസ് വെച്ചത്. അപ്പോൾ ഈ സാധനം മിസ്സായി. അതേപോലെ തന്നെ ബാഗിൽ ഒരു തിരൂർ പൊന്നിൻ്റെ മാല ഉണ്ടായിരുന്നു, അതും മിസ്സായി. പൈസ ഉണ്ടായിരുന്നു, ഗ്യാസിന് വെച്ച ഒരു 1000 റുപ്യോ പിന്നെ വേറെ എന്തൊക്കെ പൈസ ഉണ്ടായിരുന്നു, പൈസ എടുത്തിക്കില്ല. മേ ബി ആ കള്ളം വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെ ആ കള്ളി വിചാരിച്ചിട്ടുണ്ടാവും, എന്താ പറയുക, ഈ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുന്നുള്ള ആ ഒരു ബോധത്തിലായിരിക്കും അവരെടുക്കാണ്ട് നിന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ലക്ഷങ്ങളല്ലേ കയ്യിൽ വരുന്നത്, അതിൻ്റെ ഇടയ്ക്ക് നക്കാപ്പിച്ച വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും എടുത്തിട്ടുണ്ടാവോ, എന്തോ അറിയില്ല. വേറെ ഒരു തെളിവും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ അമ്മ കുളിക്കാൻ പോയപ്പോൾ വാതിൽ എങ്ങനെ അടഞ്ഞിരുന്നോ അതേപോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പറ ഞാൻ ആരെയാ സംശയിക്കേണ്ടതെന്ന്. ഞാനെന്നല്ല, എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഇത്രത്തോളം ഫ്രസ്ട്രേഷനും ദേഷ്യവും സങ്കടവും ഒക്കെ വരാൻ കാരണം ഞാൻ അത്രത്തോളം അറിയുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ നിലപാട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്. എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് അറിയാവുന്നൊരു സ്ഥലം. അതേപോലെ ഞങ്ങൾക്ക് അത്രത്തോളം അറിയുന്ന ഒരാളാണ് ഇത് എടുത്തിട്ടുള്ളത്. ആരെ എന്തെന്നാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ ചെയ്യാനുള്ള ഏക കാരണം എനിക്കത് കണ്ടെത്തുന്നതിനെക്കാട്ടും കൂടുതൽ എന്താ പറയുക, അത്രത്തോളം എനിക്കിത് ചെയ്തേ പറ്റൂ. കാരണം ഇന്നേ വരെ ഞാൻ എന്താ പറയുക, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാനൊരു ഫ്രെയിം കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ റീച്ച് ആവാൻ വേണ്ടി വലിയ ഇതാവാൻ വേണ്ടിയോ ഒന്നുമല്ല. എൻ്റെ ഒരു സന്തോഷം,
എനിക്കിങ്ങനെ ചെയ്യണം. കാരണം ഇന്നേ വരെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ വാട്സപ്പിലോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലോ ഒന്നും ഇട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിന്നിക്കില്ല. ഞാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് പരത്തി എനിക്ക് ഫേമസ് ആവേണ്ട അല്ലെങ്കിൽ ഒരു ഫ്രെയിം നേടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. പക്ഷേ ഇത് 10 പേര് അറിയണം. ഈ ഒരു സംഭവം എന്തായാലും അറിയണം. കാരണം മേ ബി ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഓക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലേ, അല്ലെങ്കിൽ ഓക്കെ ഇതുപോലെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം എൻ്റെ അച്ഛൻ അത്രയും കൂലിപ്പണിക്കാണ് പോകുന്നത്. ഓൾറെഡി എൻ്റെ അച്ഛൻ ബേക്കറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ബേക്കറിയിൽ ബേക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് അത്ര തുച്ഛമായ ഒരു വിലയായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് പൂട്ടിപ്പോയി. അപ്പം നാടൻ മണിക്ക് ഇറങ്ങി. നാടൻ മണിക്ക് പോകുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്, പക്ഷേ തൊഴിലുറപ്പിനും പോകാറുണ്ട്. അല്ലാണ്ടും ചില ഇതൊക്കെ പണിക്കൊക്കെ പോയിട്ട് തന്നെ ഇതേപോലെ നാടൻ പണിക്കെല്ലാം പോയിട്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നെയും എൻ്റെ അനിയത്തിനെയും ഒക്കെ വളർത്തിയത്. ഇതൊക്കെ അറിയുന്ന ഒരാളെ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ എത്ര മനസാക്ഷി ഇല്ലാത്ത ഒരാളായിരിക്കും അത് എടുത്ത് പോയിട്ടുണ്ടാവുക. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എനിക്ക് അത്രത്തോളം സങ്കടമുണ്ട്. ഞാൻ അത്രത്തോളം അറിയുന്ന ഒരാളാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ഞാനിങ്ങനെ അടങ്ങിയിരിക്കും. അങ്ങോട്ടൊന്ന് ആലോചിക്കും, ബാംഗ്ലൂർ ഇരിക്കുന്ന എനിക്ക് ഇതല്ലാണ്ട് വേറെ എന്ത് വഴിയാണ് ഉള്ളത്? പോലീസൊക്കെ കേസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തു, വന്ന് നോക്കി, തെളിവെടുത്തു, പോയി. ഒക്കെ ശരിയാണ്. എന്നാൽ പോലും എനിക്കിങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുക? എൻ്റെ അമ്മ എന്നെ വിളിച്ച് കരഞ്ഞൊരു കരച്ചിലുണ്ട്. ഞാനിവിടെ സൗണ്ട് മീൻസ് ഞാൻ ഒരു നിമിഷം പോലും ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവി ഫുള്ള് കേൾക്കുന്ന ആ ഒരു കരച്ചിലാണ്. മേ ബി ഒരു പെണ്ണായതുകൊണ്ടാണോ, അല്ലെ മക്കളുണ്ട്. ഇനി അജിയും പ്രസീൻ്റെ വയ്യനൊന്നും നടക്കൂല. മേ ബി ഒന്ന് കേസ് കൊടുത്ത് 2 ദിവസം പോലീസിൻ്റെ വയ്യന നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഇതൊക്കെ നിർത്തലാവും. ഇനി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു രീതിക്കാണ് അയാൾ ചെയ്തെങ്കിലോ? അങ്ങനെ ആയിരിക്കണം. ഇതിൻ്റെ വയ്യ ആരും വരൂല എന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. അതെനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയെല്ലാം എനിക്ക് തെളിയിച്ചു കൊടുക്കണം. അത് മാത്രം എൻ്റെ മൈൻഡിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം. മേ ബി ഓർ വിചാരിക്കുന്നുണ്ടാവും പൈസ ഇല്ല, പവർ ഇല്ല, അതിൻ്റെ പുറത്തുള്ള ആ ഒരു ധൈര്യം ആയിരിക്കണം. കാരണം വേറെ ഒരു അനക്കവും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ വാതിൽ മേ ബി തുറന്നിട്ടിട്ടുണ്ടാവും, അലമാര അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വലിച്ചിട്ടിട്ടല്ലേ ഒരാൾ തപ്പുള്ളൂ. അല്ലേ പോട്ടെ, ഒരു കള്ളനാണെങ്കിൽ പൈസയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും രണ്ടാണെങ്കിലും അത് വേണമെന്നുണ്ടാവും. പുറത്തുനിന്ന് ഒരാൾ കയറിയതാണെങ്കിൽ ഉറപ്പാണ്. പക്ഷേ ഈ ഒരു സാധനം കളവ് പോയെന്നുള്ളത് എൻ്റെ അമ്മ അറിഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്തെന്നാ, അത്രത്തോളം അറിയാവുന്ന ഒരാൾ അത്രത്തോളം പ്ലാൻഡ് ആയിട്ട് എടുത്തിട്ട് പോകുന്നതെന്നല്ലേ. പിന്നെ ഞാൻ ആരെയും സംശയിക്കണ്ട. എൻ്റെ സ്ഥാനത്ത് നിങ്ങളൊന്ന് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവൂലേ? നിങ്ങൾക്ക് മനസ്സിലാവാ വേദന. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ എടുത്തിക്കില്ല, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നാട്ടിലുള്ള ആരോ ഒരാൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. നാട്ടിൽ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നാട്ടിലുള്ള ആരോ ഒരാൾ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ആളാരാണ്, ആൾ മാത്രം പേടിച്ചാൽ മതി. നിങ്ങൾ എടുത്തിക്കില്ല, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനു പേടിക്കണം? ഞാൻ എടുത്തിട്ടില്ലല്ലോ, ഞാൻ പേടിക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് സംശയിക്കാനുള്ള ആ ഒരു ഇതുണ്ടാവില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാനെന്തെന്നാ ഓക്കെ ഇനി ഏതോ ഒരു കള്ളൻ ഏതോ ഒരു സ്ഥലത്തു നിന്ന് വന്നിട്ട് ഇതുപോലെ എക്സ്പേർട്ടായിട്ട് എടുത്ത് വെച്ച് അതേപോലെ പോയതാണെന്ന് ഞങ്ങൾക്ക് വിചാരിക്കാൻ പറ്റും? ഇല്ല, ഒരിക്കലും പറ്റില്ല. എൻ്റെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആരോ അറിയുന്ന, ഞാൻ അത്രത്തോളം അറിയുന്ന ഒരാൾ മാത്രം, ഞാൻ എൻ്റെ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ലാണ്ട് എൻ്റെ അച്ഛനമ്മ അങ്ങനെ പറഞ്ഞു, അല്ലെ പോലീസ് ഇങ്ങനെ പറഞ്ഞു, മറ്റോലും ഇങ്ങനെ പറഞ്ഞു, ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ നിലപാടും എൻ്റെ സംശയങ്ങളും മാത്രമേ ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ. മേ ബി ഇതുപോലെ സംഭവിക്കുന്ന വേറെ ആൾക്കാരുണ്ടാവും. പൈസ ഇല്ലാത്ത പാവപ്പെട്ട മീൻസ് എന്നെ പോലെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് ഓരോ ദിവസവും കൂടുന്തോറും എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്നുള്ളത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടാണ് എൻ്റെ വീട്ടിൽ ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത്. ഇപ്പോൾ ഓക്കെ എനിക്കൊരു പണിയുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം അറിഞ്ഞിട്ട് പോലും അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അയാളെ മനസ്സ് എനിക്ക് അയാളെ പുറത്ത് കൊണ്ടുവരണമെന്ന് അത്രത്തോളം ആഗ്രഹമുണ്ട്. ബാക്കിയുള്ള ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയേണ്ടത്, മേ ബി പൈസ ഇല്ല, പാവപ്പെട്ടവരാണ്, ഒരു പക്ഷേ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടാവാം. കാരണം ഓക്കെ ആ കുട്ടിക്ക് അത് പറ്റിയിട്ടുണ്ട്, ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്, സോ നമുക്കും അത് ചെയ്യാന്നുള്ളൊരു തോട്ട് കയറി വരൂലേ? പേടിക്കണം, ഇവരൊക്കെ പേടിക്കണം, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പേടിക്കണം. ആ ഒരു ഉദ്ദേശത്തോടെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് എനിക്കിത് സംഭവിച്ചു, നാളെ നിങ്ങൾക്ക് സംഭവിക്കൂല എന്നെന്താ? മേ ബി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ നല്ലൊരു എന്താ പറയുക ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക പിടിക്കും, ഇന്നല്ലേ നാളെ പിടിക്കും, നാളെയല്ലേ മറ്റന്നാൾ പിടിക്കും, ഉറപ്പാണ് പിടിക്കും എന്നുള്ള കാര്യം. കാരണം അത്രത്തോളം ആൾക്കാരെടുത്ത് ഈ വീഡിയോ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ കുറേ ആൾക്ക്, ആ ഗ്രൂപ്പിൽ നിന്ന് വേറെ, അങ്ങനെ ഇവിടെ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ വരെ ചോദിച്ചു തുടങ്ങി. അതായത് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ വരെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്.
സോ അത് അത്രത്തോളം ഫ്രെയിം മീൻസ് അത്രത്തോളം അറിയപ്പെട്ടിട്ടുണ്ട്. സോ കള്ളൻ, അതായത് കള്ളന്മാർ അല്ലെ കള്ളിമാർ ആരും ആയിക്കോട്ടെ, നിങ്ങളടുത്ത് ഒരു വിരൽ ദൂരത്തിൽ ഞാനല്ല ഞങ്ങൾ, അതായത് പോലീസ് പൊക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എണ്ണപ്പെട്ട് കഴിഞ്ഞ ദിവസം. ഇതിൻ്റെ അപ്പുറത്തോളം എനിക്ക് പറയാനില്ല. ഈ പൈസയില്ല അല്ലെങ്കിൽ എന്താ പറയുക, അധികാരപ്പെട്ട ആൾക്കാർ തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന വീട്ടുകാരോടുത്ത് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ എതിർത്ത് നിൽക്കാൻ എപ്പോൾ പഠിക്കുന്നോ അന്ന് മാത്രമേ നമ്മൾ കാരണം എപ്പോഴും ഓക്കെ പോട്ടെ, അത് പോട്ടെ, നമുക്കത് കിട്ടൂല, നമുക്കല്ലെങ്കിൽ എന്താ പറയുക, അത് നമ്മളെ വിധിയാന്ന് വിചാരിച്ച് ഒരിക്കലും നിൽക്കരുത്. കാരണം എന്നെങ്കിലും ഇതൊക്കെ കുത്തിപ്പൊക്കി വരുന്നൊരു ദിവസം ഉണ്ടാവും. ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളിടുന്ന എഫേർട്ട് എന്താണ്? എനിക്ക് ഇവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ ഒറ്റൊരു കാര്യം മാത്രം. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോലീസുകാർക്ക് ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്തോട്ടെ. ഞാൻ എൻ്റെ പണി എടുക്കുന്നു, അവരവരെ പണി. ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വെറുതെ ഇങ്ങനെ റീൽസ് തോണ്ടി കളിക്കാൻ വേണ്ടി മാത്രം തരുന്ന സാധനമല്ല. ഇതുപോലത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, നാളെ ഓക്കെ ഇത് കാണുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഇവരെയൊന്നും മുമ്പിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വർണ്ണങ്ങൾ എടുക്കുകയോ വെക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധം അത് ആൾക്കാർക്ക് വരൂലേ? നിങ്ങൾ പറ. ഞാനിട്ട ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യണം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ അകത്ത് ഒരിക്കലും എൻ്റെ ഇടവലക്കാരാണ് കട്ടെടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ നാട്ടിലുള്ള ആരോ ഒരാളെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മേ ബി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ എന്തായാലും എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോ, ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കും. നിങ്ങൾ നോക്കി നോക്കുക. അതിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ? നടന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. എനിക്ക് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഞാൻ എല്ലാവരെയും ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ആ ചെയ്ത ആരാണോ ആ ഒരാളെന്ന് മാത്രമേ പറഞ്ഞിട്ടു. നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഞാനത് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ടെൻഷൻ അടിക്കണോ, അയ്യോ ഇനിയിപ്പോൾ എന്നെ പൊക്കുവോ എന്ന് ഞാൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ കള്ളനോ അല്ല ആ കള്ളിയോ ആരോ ഒരാൾ മാത്രം വിചാരിച്ചാൽ മതി. ദയവ് ചെയ്ത് എൻ്റെ വീട്ടിൽ പോയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്താൻ നിൽക്കാൻ പാടില്ല. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ അങ്ങനെ ഇടവലക്കാർന്ന് പറഞ്ഞിട്ടേ ഇല്ല. സംശയമുണ്ട്, എൻ്റെ ചാനൽ എടുത്തിട്ട് എൻ്റെ യൂട്യൂബിലെ ആ ഒരു വീഡിയോ നോക്കിയാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നടന്നിട്ടുള്ള കാര്യം ഓൾറെഡി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്നല്ല. അത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കും. മേ ബി എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും ഞാൻ അപ്പം ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന്. എനിക്ക് അത്രേ പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് മീൻസ് ഓരോ ദിവസം കൂടുന്തോറും സ്വർണ്ണത്തിൻ്റെ വില കൂടിക്കൊണ്ട് നിൽക്കുക. അപ്പം അച്ഛനോ പെങ്ങളെന്നോ മക്കളെന്നോ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല, പൈസക്ക് മാത്രമേ വിലയുള്ളൂ. സോ എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. പൈസ ഇല്ല പവറില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അടങ്ങി കൂടി നിൽക്കാൻ പാടില്ല. കാരണം അപ്പം നമ്മൾ എങ്ങനെയൊക്കെ നിൽക്കുന്നോ അതുപോലെ നമ്മൾ ചൂഷണപ്പെടും. എപ്പോഴും മുമ്പോട്ട് വരാൻ വേണ്ടി ശ്രമിക്കണം. എനിക്കിനിപ്പോൾ കള്ളനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, കളിനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ധൈര്യത്തോടെ നിൽക്കാം. കാരണം എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. അതെനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ.